സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അപ്പസ്തോല പ്രവൃത്തിയിലെ റൈറ്റ് ഡിവിഷനും ചിന്തകളുമാണ്. ഇന്ന് നമ്മൾ 10ഉം 11ഉം അധ്യായങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ 10ാം അധ്യായം നമ്മൾ പ്രാരംഭമായി ചിന്തിക്കാൻ പോവുകയാണ്. 10ാം അധ്യായത്തിൻ്റെ ഒരു തലക്കെട്ട് നമ്മൾ കൊടുക്കുമ്പോൾ പത്രോസിൻ്റെ തിരിച്ചറിവുകൾ എന്നുള്ളൊരു തലക്കെട്ടാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം 10ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു വിജാതീയനായ അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയായ ഒരു മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചും കൊർന്നേലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് ദൈവം നടത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുമ്പോൾ പത്രോസിന് ഈ വിഷയത്തിൽ ദൈവം പടിപടിയായി കുറേ തിരിച്ചറിവുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ ക്രിസ്തീയ കോളത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ, അപ്പസ്തോല പ്രവൃത്തി 2 പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണെന്ന് 3000 പേർ രക്ഷിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാവുന്ന, എല്ലാം തികഞ്ഞൊരു പത്രോസ് 2ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞൊരു പത്രോസാണ് 2ാം അധ്യായത്തിൽ ഉള്ളത് എന്ന് ഒരു തെറ്റിദ്ധാരണ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ മുഴുവനുമുണ്ട്. കാരണം എല്ലാ വിഷയങ്ങളും പത്രോസിന് ആഴമായി അറിയാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ക്രിസ്തീയ കോളത്തിനുള്ളത്. എന്നാൽ 10ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിന് അറിയാതിരുന്ന പല കാര്യങ്ങളും ദൈവം ദർശനങ്ങളിലൂടെയും അല്ലെങ്കിൽ സംസാരത്തിലൂടെയൊക്കെ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത് തൻ്റെ ആ പാരമ്പര്യ വിശ്വാസത്തിലുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളെയും തെറ്റായ ചില പ്രാക്ടീസിനെയും ദൈവം എടുത്തു കളഞ്ഞ് യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു റൂട്ടിലേക്ക് പത്രോസിനെ നടത്തുന്ന ഒരു ചാപ്റ്ററായിട്ട് നമുക്ക് ഈ 10ാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. അനേകം കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ടെങ്കിൽ പോലും പ്രത്യേകമായി പത്രോസിന് ലഭിച്ച ഈ തിരിച്ചറിവുകളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് പത്രോസിനും ഈ കാര്യങ്ങൾ വളരെ വൈകിയാണ് മനസ്സിലായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വളരെ സുപരിചിതമായിട്ടുള്ളൊരു തിരുവചന ഭാഗമാണ് 10ാം അധ്യായം. അവിടെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് പോയി പ്രസംഗിക്കുകയും കൊർന്നേലിയോസും തൻ്റെ കുടുംബവും തന്നോട് ചേർന്ന പ്രിയപ്പെട്ടവരൊക്കെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചരിത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം തന്നെയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ പത്രോസിൻ്റെ തിരിച്ചറിവുകൾ എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ ഊന്നൽ കൊടുത്ത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 10ാം അധ്യായത്തിൻ്റെ 10ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു എന്നുള്ളതാണ് 10ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വിവശത വന്നു എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ പത്രോസ് ഒരു മയക്കത്തിലേക്ക് വീണു എന്നുള്ളതാണ് അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസിനെ വിശന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഭക്ഷണം ഒരുക്കുമ്പോൾ ആ സമയത്ത് തനിക്കൊരു വിവശത വന്നു, തനിക്കൊരു അല്പം മയക്കം പിടിപെട്ടു. ആ സമയത്താണ് ദൈവം ഒരു പ്രത്യേക ദർശനം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സ്വർഗീയ ദർശനം. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു വലിയ പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2ാം പ്രാവശ്യവും അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഒരു മയക്കത്തിൽ പത്രോസ് ഒരു ദർശനം കാണുകയാണ്. ആ മയക്കത്തിൽ കർത്താവ് അവനോട് സംസാരിക്കുകയും ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇല്ല കർത്താവെ, ഒരിക്കലും അങ്ങനെ പാടില്ല എന്ന് പറയുന്നൊരു പത്രോസ്. എന്ന് പറഞ്ഞാൽ പത്രോസിനുണ്ടായ പാരമ്പര്യമായ ചില തിരിച്ചറിവുകളിൽ ഉണ്ടായ ആഴമായ ചില തെറ്റിദ്ധാരണയിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ എന്നോട് പറയുകയാണ്, ഇല്ല കർത്താവേ, ഒരിക്കലും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവിനെ പോലും ധിക്കരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഇല്ല കർത്താവേ എന്ന് പറയുന്നൊരു പത്രോസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 16ാം അധ്യായത്തിൻ്റെ 22ാം വാക്യത്തിലും കാണുന്നുണ്ട്. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് പറയുന്നൊരു പത്രോസിനെ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 16ന്റെ 22ലും കാണാം. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം പറയുമ്പോൾ അല്ല കർത്താവെ, അങ്ങനെ വേണ്ട, ഇങ്ങനെ മതി എന്ന് പറയുന്നൊരു പത്രോസിനെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കാണുകയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവൃത്തി 10ലും ദർശനം കാണിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ പത്രോസ് അതിനോട് വിഘടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇത് ദൈവവചനത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത്. പത്രോസ് ഒന്നും മോശക്കാരനായതുകൊണ്ടല്ല. പത്രോസിൻ്റെ ജീവിതത്തിലും ചില തിരിച്ചറിവുകൾ
താൻ പാരമ്പര്യമായി വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള താല്പര്യത്തിൽ മുറുകെ പിടിച്ചിരുന്നതുമായ കാര്യങ്ങളെ ദൈവം എന്ത് ചെയ്യുകയാണ്, അത് നാമവിശേഷമാക്കി ദൈവത്തിൻ്റെ പൂർണ്ണഹിതം പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയും പത്രോസിനോട് ദൈവഹിതത്തിന് അനുസൃതമായി പ്രവർത്തിക്കുവാനും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം അതിലേക്ക് നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ദൈവത്തെ പോലും ദൈവത്തോട് തർക്കിക്കുന്ന, ദൈവത്തെ പഠിപ്പിക്കുന്ന ഒരു പത്രോസിനെ കാണുകയാണ്. എന്നാൽ ഇവിടെ 3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ 3 പ്രാവശ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്രത്യേക കാര്യം ചിന്തിക്കണം. ഉൽപ്പത്തി പുസ്തകം 41-32 വാക്യം ഞാനൊന്ന് വായിക്കാം. സ്വപ്നം ആവർത്തിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഫറവോ ഒരു സ്വപ്നം കണ്ടപ്പോൾ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ, ഒരേ അർത്ഥം വരുന്ന വ്യത്യസ്തമായ 2 സ്വപ്നങ്ങൾ കണ്ടു. അപ്പോൾ ജോസഫ് പറയുകയാണ് ഫറവോനെ, ദൈവം ഈ കാര്യം ആവർത്തിച്ച് കാണിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇത് തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ 3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. ആ ദർശനത്തിൽ 3 പ്രാവശ്യം കർത്താവ് പത്രോസിനോട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫറവോൻ്റെ സ്വപ്നം വീണ്ടും ആവർത്തിച്ചപ്പോൾ അത് ദൈവം ചെയ്യുവാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ജോസഫ് വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ നമുക്കും ഒരു വ്യാഖ്യാനം കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 2 പ്രാവശ്യമല്ല ആവർത്തിച്ചത്, 3 പ്രാവശ്യം ദൈവം ആവർത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവം കാണിച്ചു തന്ന കാര്യം ദൈവം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് 3 പ്രാവശ്യം കാണിച്ചു കൊടുത്ത് ഉറപ്പിക്കുകയാണ്. ഇനി യാതൊരു തടസ്സവും അതിനില്ല എന്നുള്ള കാര്യം ദൈവം അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷൻ ശീമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. ഇവിടെ ഈ ദർശനം കണ്ട പത്രോസ് അദ്ദേഹം ഉണർന്നപ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഈ കണ്ട ദർശനം എന്താണ്? ഒരിക്കലും ഒരു യഹൂദനെ സംബന്ധിച്ച് പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ ദർശനത്തിൽ കണ്ടത്. അവർക്ക് തിന്നരുതാത്ത പക്ഷികളുണ്ട്, തിന്നാവുന്ന പക്ഷികളുണ്ട്, തിന്നാൻ പാടുള്ള മത്സ്യങ്ങളുണ്ട്, തിന്നാൻ പാടില്ലാത്ത മത്സ്യങ്ങളുണ്ട്. ചിലത് അവർക്ക് ഭക്ഷിക്കാം, ചിലത് അവർക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ദർശനം ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ പത്രോസ് ഉള്ളിൽ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ൽ എല്ലാം തികഞ്ഞൊരു പത്രോസിനെ പോലെ നിൽക്കുന്നൊരു പത്രോസ് ഇവിടെ ഇതാ 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തനിക്കൊരു സംശയം വരികയാണ്, ഉള്ളിൽ സംശയിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഈ ദർശനത്തിൻ്റെ കാര്യം എന്ന് പറയുകയാണ്. ഇവിടെ ഉള്ളിൽ വളരെ സംശയത്തോടു കൂടെ, ഈ സംശയം എന്നുള്ളൊരു പദം POC ബൈബിളിലേ ഉള്ളൂ. ഇവിടെ ചഞ്ചലിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യവേദ പുസ്തകത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് താൻ ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോവുക. അപ്പോൾ പത്രോസിനോട് പറഞ്ഞു, നീ ഒന്നും സംശയിക്കേണ്ട. കാരണം പത്രോസ് ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തൊരു ദർശനം താൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് താൻ സംശയാലുവായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഒന്നുകൊണ്ടും സംശയിക്കേണ്ട, ഞാൻ അയച്ചിരിക്കുന്ന ആളുകളുടെ കൂടെ നീ പോകാൻ പറയുകയാണ്. അങ്ങനെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് ഒരു ചെറിയൊരു സന്നാഹത്തോടു കൂടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകുന്നു. കൊർന്നല്യോസ് പത്രോസിൻ്റെ കാൽക്കൽ വീഴുന്നു. പത്രോസ് അവനെ എഴുന്നേൽപ്പിക്കുന്നു, ഞാനൊരു മനുഷ്യനാണെന്നൊക്കെ പറയുന്നു. എന്നുണ്ടെങ്കിൽ പോലും 28-ാം വാക്യത്തിൽ ഒരു കാര്യം പത്രോസ് പറയുന്നുണ്ട്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും ഒരു യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 10-28 POC ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ അവരോട് പറഞ്ഞു, മറ്റൊരു വർഗ്ഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പത്രോസ് പ്രാരംഭമായി പറയുകയാണെന്ന് പറഞ്ഞാൽ അന്ന് വരെ പത്രോസിനറിയാം അന്യജാതിക്കാരൻ്റെ അടുക്കൽ പോകാൻ പാടില്ല, അവനുമായൊരു സമ്പർക്കം പാടില്ല എന്നുള്ളത് ദൈവം യഹൂദന് കൊടുത്തിട്ട് നിയമമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് അപ്പോസ്തല പ്രവൃത്തി 10-28 പത്രോസ് ചോദിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ൽ പത്രോസ് ജാതികളോട് സുവിശേഷം പറയുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം പത്രോസിന് ആ കാര്യത്തെക്കുറിച്ച് പോലും അറിയാൻ പാടില്ല. അവന് യഹൂദനും യഹൂദ ലോകത്തെക്കുറിച്ചുമല്ലാതെ മറ്റൊരു കാഴ്ചപ്പാട് പത്രോസിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ൽ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ദൈവം തനിക്കൊരു കാര്യം കാണിച്ചു കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് പറയുന്നത്? എങ്കിലും ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പത്രോസ് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, ആരെയും മലിനെന്നോ അശുദ്ധനെന്നോ കരുതരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. തന്നെയുമല്ല ഞാൻ അതിപ്പോൾ വാസ്തവമായും മനസ്സിലാക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. ഞാനത് ഇപ്പോഴാണ് വാസ്തവമായും മനസ്സിലാക്കുന്നത് എന്ന് പറയുകയാണ്. 10-35 വാക്യത്തിൽ നമുക്ക് കാണാം, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി മനസ്സിലാക്കുന്നു. അപ്പോൾ തനിക്കൊരു യഥാർത്ഥമായൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ദൈവം തനിക്കത് കാണിച്ചു തന്നു എന്നുള്ള തിരിച്ചറിവ് 10-28 10-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പത്രോസിന് അതുവരെ തിരിച്ചറിയാതിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ദൈവം 10-ാം അധ്യായത്തിലെ ഈ ദർശനത്തിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ആലോചനയ്ക്ക് പത്രോസ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ താൻ അത് അനുസരണത്തിലേക്ക് കടന്നു വരുന്നൊരു പത്രോസിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. തുടക്കം ദൈവത്തോട് എതിർത്തുവെങ്കിലും, അയ്യോ കർത്താവെ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, അയ്യോ കർത്താവെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, നിഷിദ്ധമായതൊന്നും ഞാൻ അത് ചെയ്യില്ല എന്ന് ദൈവത്തെ പോലും അങ്ങോട്ട് പഠിപ്പിച്ച പത്രോസ് ഇപ്പോഴിതാ വളരെ വിനയപ്പെട്ട് ദൈവം കൊടുത്ത ഈ സംഗതികളെ മനസ്സിലാക്കിക്കൊണ്ട് കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ പോയി പറയുകയാണ്, ഒരു അന്യജാതിക്കാരനായിട്ട് ഞങ്ങൾക്ക് സമ്പർക്കമൊന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നാൽ ദൈവം പറഞ്ഞു ആരെയും ഇനി നിന്ദിനായി നിങ്ങൾ കണക്കാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് തന്നെ അയച്ചതിൻ്റെ വിവരം പത്രോസ് പറയുകയാണ്. അങ്ങനെ സംഗതികളെല്ലാം മനസ്സിലാക്കി പത്രോസ് പറയുകയാണ്, ഇപ്പോൾ വാസ്തവമായി ഞാനത് മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ പത്രോസിൻ്റെ തിരിച്ചറിവുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ അതിനിടയിൽ ചില കാര്യങ്ങൾ 10-ാം അധ്യായത്തെ വായിക്കുമ്പോൾ ട്രിനിറ്റി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഒരു 3 വാക്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വീണ്ടും പത്രോസിൻ്റെ ആ തിരിച്ചറിവിലേക്ക് തന്നെ കടന്നു വരാം. 10-38, 10-40, 10-42 3 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നുണ്ട്, പിതാവിനെയും പുത്രനെയും കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടി ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തതും കണ്ടോ. അപ്പോൾ ദൈവം അവനോടുകൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ പിതാവിനെയും പുത്രനെയും പത്രോസിന് മനസ്സിലായി. ഇന്നത്തെ ക്രിസ്തീയ കുലത്തിൽ പലർക്കും അത് വണ്ണസായിട്ട് തന്നെ തോന്നുന്നുള്ളൂ എന്നുള്ളത് വളരെ വളരെ സങ്കടകരമായൊരു കാര്യം തന്നെയാണ്. അടുത്തൊരു വാക്യം 10-40 വാക്യം ഇവിടെ പറയുകയാണ്, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്നും പത്രോസിന് മനസ്സിലായി. ഇന്നത്തെ ക്രിസ്തീയ കുലത്തിലെ വണ്ണസുകാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ തന്നെ 10-42 വാക്യത്തിൽ, ജീവികൾക്കും മനുഷ്യർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. അപ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് പത്രോസ് പറയുന്നത്. അല്ലാതെ താൻ തന്നെ നിയമിച്ചു എന്നല്ല ഇവിടെ മനസ്സിലാക്കുന്നത്. വണ്ണസ് പറയുന്നത് പോലെ താൻ തന്നെയാണ് ആൾമാറാട്ടം നടത്തി ഇവിടെ വന്നത് എന്നുള്ളൊരു വാദമല്ല പത്രോസ് പറയുന്നത്. പത്രോസ് പറയുന്നു, ദൈവമാണ് ക്രിസ്തുവിനെ ആക്കിയത്, ദൈവമാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്, ദൈവമാണ് ക്രിസ്തുവിനെ അധികാരപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഇവിടെ മലയാളം അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് പോലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഉള്ളതുപോലെ ഗ്രഹിച്ചാൽ മതി. പത്രോസ് തുടക്ക സമയത്ത് വാശി പിടിച്ച് നിന്നതുപോലെ നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. പത്രോസിൻ്റെ ഉള്ളിൽ ചില തിരിച്ചറിവുകളുണ്ടായിരുന്നു, പത്രോസിന് ചില പാരമ്പര്യ വിശ്വാസങ്ങളുണ്ടായിരുന്നു. അതിന് നിരക്കാത്ത കാര്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ കർത്താവേ അരുത് എന്ന് പറഞ്ഞ പത്രോസ് പോലും പിന്നീട് ഈ സത്യങ്ങളിലേക്ക് മനസ്സിലാക്കി തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നത് പോലൊരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഇല്ല എങ്കിൽ, ഈ ട്രിനിറ്റിയോടുള്ള വിഷയത്തിൽ പോലും നമുക്കത് ഇല്ല എങ്കിൽ നമ്മൾ അനുസരണം കെട്ട ഒരു കൂട്ടത്തിലായിത്തീരുമെന്നുള്ളത് ഞാൻ ഈ കാര്യത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ പത്രോസിൻ്റെ ആ പ്രോഗ്രസീവായിട്ടുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ കടന്നു വരികയാണ്. സന്ദർഭവശാൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് ഞാനതൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. പിന്നീട് 10-ാം അധ്യായത്തിൻ്റെ 43 വരികയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമമൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കണ്ടോ, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്രോസ് ഇവിടെ വിളിച്ചു പറയുന്നൊരു കാര്യം, പ്രവാചക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ സകല മാനവകുലത്തിനും രക്ഷ വരും എന്നുള്ളത് പ്രവചനത്തിൽ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊരു മിസ്റ്ററി അല്ല പറയുന്നത്. പത്രോസ് പറയുന്നത് പൗലോസിന് വെളിപ്പെട്ടു എന്ന് പറയുന്ന മിസ്റ്ററിയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ആ മിസ്റ്ററിയെക്കുറിച്ചൊന്നും പത്രോസിന് ആ കാലങ്ങളിൽ അറിയുകയില്ല. മറിച്ച് ഇവിടെ പ്രവാചകന്മാർ വെളിപ്പെടുത്തി തന്ന പ്രകാരമുള്ളൊരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്
ഇവിടെ പത്രോസ് സാക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള ഒരു പദ്ധതിയിൽ യഹൂദനിലൂടെ ജാതികളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലണമെന്നും അങ്ങനെ യഹൂദനിലൂടെ ജാതികൾ രക്ഷിക്കപ്പെടണമെന്നും അങ്ങനെ യഹൂദൻ തലയായും ജാതികൾ, ലോകജാതികൾ മുഴുവനും ആ യഹൂദൻ്റെ കീഴിലേ വരികയുള്ളൂ എന്നുള്ള ഒരു പ്രവചനം, അത് സത്യത്തിൽ വാസ്തവമായും ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. യഹൂദനാണ് തല, ബാക്കിയെല്ലാം താഴേക്ക് അല്ലെങ്കിൽ താഴെ നിരയിലേക്കാണ് കടന്നു വരാൻ സാധ്യതയുണ്ടായിരുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ജാതീയനാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായി അനുസരിക്കുന്നവർക്ക് തൻ്റെ മക്കളെക്കാൾ വലിയ പദവി കൊടുക്കുമെന്നും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 56 മുതൽ 56 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. എൻ്റെ ആലയം, എൻ്റെ പ്രാർത്ഥനാലയം സകല ജാതികൾക്കുമുള്ള ആലയം എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ അവസ്ഥകൾ നമുക്കറിയാം. കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, പ്രവാചകന്മാർ അത് മുൻകൂട്ടി പ്രവചിച്ചു വെച്ചിരുന്നു. ആ കാര്യം പോലും 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പത്രോസിന് മനസ്സിലാകുന്നത്. അതുവരെ പത്രോസ് ചിന്തിച്ചത് എന്താ? ഒരു യഹൂദനെ സംബന്ധിച്ച് അന്യജാതിക്കാരനുമായ ഒരു സമ്പർക്കം പാടില്ല എന്നാണ് പത്രോസ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ നിൽക്കുന്ന പത്രോസ് പുറകിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ജാതീയൻ രക്ഷിക്കപ്പെട്ടു എന്ന് എൻ്റെ പ്രിയമുള്ളവർക്ക് തോന്നുന്നുണ്ടോ? അവിടെ ഒരു ജാതീയനെയും പത്രോസ് സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഈ 10-ാം അധ്യായത്തിലെ പഠനം. കാരണം ഇവിടെയാണ് ദൈവം എനിക്കത് കാണിച്ചു തന്നു, ദൈവം ഇത് വാസ്തവമായി ഞാനിപ്പോൾ ഗ്രഹിക്കുന്നു എന്ന് പത്രോസ് പറയുന്നത് 10-ാം അധ്യായത്തിലാണ്. തന്നെയല്ല, 10-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ പറഞ്ഞ വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരും. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകരുന്നത് കണ്ട് വിസ്മയിച്ചു. കാര്യം പിടി കിട്ടിയോ? അപ്പസ്തലപ്രവൃത്തി 2 പരിശുദ്ധാത്മാവ് വന്ന് അവിടെയുള്ള കൂടിയിരിക്കുന്ന ജനത്തിൻ്റെ മേൽ വന്ന് അവരുടെ സുവിശേഷത്താൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് പത്രോസ് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ ആ കാലയളവിൽ അവിടെയൊന്നും ഒരു ജാതീയനും പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല എന്നുള്ളതാണ് 10-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അന്യജാതിക്കാരായ മനുഷ്യർക്ക്, അതായത് പത്രോസിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന വിജാതീയരായ മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ അവർ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ കാണുന്നത്? യഹൂദന്മാരുടെ മേൽ മാത്രം ഉണ്ടായിരുന്ന ഈ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇതാ ജാതീയ ലോകത്തിൻ്റെ മേൽ ദൈവം പകരുകയാണ് എന്ന് കണ്ട് അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ പത്രോസും വളരെ അത്ഭുതത്തോടു കൂടെ തന്നെയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത്. ഇവിടെ പത്രോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയുകയാണ്, നമ്മെപ്പോലെ തന്നെ ഇവരുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തുവെങ്കിൽ ഇവർക്ക് ജലസ്നാനം വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഈ കൽപ്പന വേണ്ട എന്ന് പറയാൻ ഞാൻ ആര് എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്? പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. കണ്ടോ, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ഏൽപ്പിച്ചു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജലസ്നാനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം എന്ന് പറയുമ്പോൾ, ഇന്ന് വിവിധ സഭകൾ ഈ ഒരു പേരെടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് എന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജലസ്നാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഫോമായി പറയുമ്പോൾ അതിൻ്റെ രത്നചുരുക്കം അവർക്ക് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷനിൽ ദൈവരാജ്യ സുവിശേഷ സംബന്ധമായിട്ടുള്ള രക്ഷയിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് ജലസ്നാനം ആവശ്യമായിരുന്നു. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് കൃപായുഗമായതുകൊണ്ട് പൗലോസിന് വെളിപ്പെട്ട ആ മിസ്റ്ററി ഗോസ്പലിൽ ഇന്ന് ഒരു തരത്തിലുമുള്ള
ജലസ്നാനവും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മൾ പല പ്രാവശ്യം അത് തെളിയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ജലസ്നാനത്തെക്കുറിച്ച് പരാമർശിച്ച് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രിയമുള്ളവർ നമ്മൾ ചിന്തിച്ചത്? പത്രോസിന് യഹൂദനിൽ നിന്നും ജാതികളിലേക്ക് ഒരു രക്ഷ പോകുമെന്നുള്ളൊരു കാര്യം മനസ്സിലായിരുന്നില്ല. എന്നാൽ അത് പ്രവാചകന്മാർ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ടായിരുന്നു. അത് പത്രോസിന് അപ്പോഴാണ് മനസ്സിലായത് എന്നുള്ളതാണ് വാസ്തവം. കാര്യം മനസ്സിലായോ? ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കൊള്ളുക. അവിടെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ജാതികൾക്ക് വരുന്ന മഹത്വത്തെക്കുറിച്ച് പ്രവാചകന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ കൊർണലിയോസും അതേപോലുള്ളൊരു ജാതീയനായതുകൊണ്ട്, അല്ലെങ്കിൽ എത്യോപ്യക്കാരനായ ഷണ്ടൻ, അവൻ ദൈവത്തെ തേടി വന്നവനായതുകൊണ്ട് അവർക്കെല്ലാം ആ വ്യവസ്ഥയിലുള്ള രക്ഷ അവർക്ക് കിട്ടിയതാണ്. പക്ഷേ അങ്ങനെ ഒരു പദ്ധതി, ആ ഒരു വെളിപ്പാട് പത്രോസിന് അതുവരെ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ടല്ലോ, യഹൂദന്മാരോട് പറയുക, നിങ്ങൾ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശത്തിലേക്ക് ജാതികൾ കടന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ യഹൂദൻ എഴുന്നേറ്റ് പ്രകാശിക്കണം, എന്നിട്ട് വേണം ആ പ്രകാശത്തിലേക്ക് മറ്റുള്ള ജാതികളും കടന്നു വരാൻ എന്നുള്ളതാണ് ദൈവരാജ്യ സുവിശേഷ സംബന്ധമായിട്ടുള്ള ദൈവത്തിൻ്റെ രക്ഷാമാർഗം. അപ്പോൾ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 5:14 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ജാതികളോടല്ല കർത്താവ് പറഞ്ഞത്, അത് യഹൂദനോടാണ് ദൈവം പറഞ്ഞത്, അല്ലേ? കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ യഹൂദരിലേക്ക് വന്നു, ഇസ്രായേലിലേക്ക് വന്നു. അവരെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവ് അവരെ പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ അന്യജാതിക്കാരുടെ അടുക്കൽ പോകരുത്, വിജാതിയുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, നഷ്ടപ്പെട്ടവയെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂമിയിൽ വന്നപ്പോൾ യഹൂദന്മാരോടാണ്, പരിച്ഛേദനക്കാർക്കാണ് യേശുക്രിസ്തു ശുശ്രൂഷകനായി തീർന്നത്. പരിച്ഛേദനക്കാരോട് പറയുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, നിങ്ങൾ പ്രകാശിച്ചിട്ട് വേണം ഈ ദൈവിക പ്രകാശം ലോകത്തിലേക്ക് അറിയിക്കുവാൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ 12 പേരെ പോലെ തന്നെ എല്ലാവരും അവർ പ്രകാശത്തിലേക്ക് കടന്നു വന്ന് ഈ ലോകത്തെ മുഴുവനും സത്യദൈവമായ കർത്താവിനെ ലോകത്തിലേക്ക് സുവിശേഷിക്കുവാൻ വേണ്ടിയായിരുന്നു യഹൂദനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ അവർ ലോകത്തിൻ്റെ അന്ധകാരമായി തീർന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ യഹൂദന്മാരുടെ തിരസ്കരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ആ ജനം തള്ളിക്കളഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാനെയും 12 അപ്പോസ്തലന്മാരെയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു തിരസ്കരണ ചരിത്രം നമുക്ക്, സ്തെഫാനോസിനെ പോലും തിരസ്കരിച്ച് കളയുന്ന ഒരു ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. അങ്ങനെ തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മറ്റൊരു തുടക്കം ദൈവം കുറിക്കുകയാണ്. ഇവിടെ 10-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ച ഒത്തിരിയേറെ കാര്യങ്ങൾ. ഒന്ന്, പത്രോസിൻ്റെ തിരിച്ചറിവുകൾ. ഈ പത്രോസിന് ദൈവം കൊടുക്കുന്ന പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷയിലേക്ക് ആ ജനത്തെ നയിക്കുവാനുള്ള ഒരു തുടക്കം ദൈവം അവിടെ കുറിച്ചു. എന്നാൽ അപ്പോൾ തന്നെ പത്രോസിന് ഈ ദർശനത്തിലൂടെ ദൈവം മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തുടർന്ന് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെയും ബർന്നബാസിനെയും താൻ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തുവാൻ ദൈവം പറയുന്നുണ്ട്, അല്ലേ? ഒരു പ്രത്യേക ശുശ്രൂഷ അവിടെ പൗലോസിലൂടെ തുടങ്ങുകയാണ്. കാരണം യഹൂദന്മാരിത് തിരസ്കരിച്ചപ്പോൾ ജാതികളിലേക്ക് ഈ രക്ഷ പൗലോസിലൂടെ ദൈവം കൊടുത്തു എന്ന് നമുക്കറിയാം. അപ്പോൾ പത്രോസിന് 2-3 കാര്യത്തിൽ വ്യക്തമായ തിരിച്ചറിവ് ദൈവം കൊടുക്കുകയാണ്. കാരണം പത്രോസിനെ ആണ് ദൈവം ഒരു തലവനാക്കി, അല്ലെങ്കിൽ പന്തിരുവരിൽ ഒരു മുൻപനാക്കി ദൈവം വെച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ പത്രോസിനുണ്ടാകുന്ന തിരിച്ചറിവിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രവചന പദ്ധതി പ്രകാരം ഈ രക്ഷ പ്രവചിച്ചിരുന്നു എന്നുള്ളത് പത്രോസ് ആദ്യം മനസ്സിലാക്കുകയാണ്. കാരണം യഹൂദനിലൂടെ ജാതികളിലേക്ക് കടന്നു പോകണം. തന്നെയുമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 10:43 പറയുന്നത്. അല്ലാതെ ഇത് മറഞ്ഞിരുന്നത് മാർമിക സത്യമാണ് നിങ്ങളോട് പറയുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഇത് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് എന്നുള്ളതാണ് പത്രോസ് ഇവിടെ മനസ്സിലാക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കൃപയുടെ സുവിശേഷം അംഗീകരിക്കുവാൻ തക്കവണ്ണം പത്രോസിനെ ദൈവം അതിലേക്ക് നടത്തുകയായിരുന്നു. കാരണം പെട്ടെന്ന് ഈ പത്രോസ് പ്രസംഗിക്കുന്ന സുവിശേഷം കൂടാതെ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നൊരു സുവിശേഷത്തിലൂടെ സകല മാനവകുലത്തിനും രക്ഷയിലേക്ക് നയിക്കുന്ന മറ്റൊരു പദ്ധതി, അനാദികാലം മറഞ്ഞിരുന്നൊരു പദ്ധതി,
അത് പൗലോസിന് വെളിപ്പെടുമ്പോൾ അല്ലെങ്കിൽ വെളിപ്പെടാനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സത്യം പൗലോസിന് വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ പത്രോസ് അത് അംഗീകരിക്കാൻ തക്കവണ്ണം ഒരു കളമൊരുക്കുക എന്നുള്ളത് ഈ ദുപ്പട്ടി ദർശനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുകയാണ്, അല്ലേ? ഈ വലിയൊരു പാത്രം ഇറക്കി കൊടുത്തുകൊണ്ട് അതിലൂടെയുള്ള ദർശനത്തിലൂടെ ദൈവം പത്രോസിനെ അങ്ങോട്ട് നയിക്കുകയാണ്, കളമൊരുക്കുകയാണ്. തന്നെയുമല്ല, പത്രോസ് ഒരു യഹൂദനാണ് എന്നും നമുക്കറിയാം. പത്രോസിന് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ചില വിശ്വാസങ്ങളെ, തെറ്റായ ചില പ്രാക്ടീസുകളെ അത് തകർത്ത് തരിപ്പണമാക്കാനും ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൃത്യമായ ഒരു 100% അനുസരണമുള്ള ഒരു മനോഭാവത്തിലേക്ക് പത്രോസിനെ നടത്തുകയും ചെയ്യുകയാണ് ദൈവം ഈ അധ്യായത്തിലൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രവചന പദ്ധതി ആയിരുന്നു എന്നുള്ളത് പത്രോസിന് മനസ്സിലായി. അപ്പോൾ തന്നെ ദൈവം ഈ പത്രോസിനെ പൗലോസിന് വെളിപ്പെടാനിരിക്കുന്ന സകല മാനവകുലത്തെയും ഉൾക്കൊള്ളുന്നൊരു സുവിശേഷം പൗലോസിന് ദൈവം കൊടുക്കുമ്പോൾ അത് പൗലോസിൻ്റെ സുവിശേഷം സത്യമാണ്, ദൈവം അത് കൊടുക്കുന്നു എന്ന് പത്രോസിന് മനസ്സിലാകണമെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു ദർശനത്തിലൂടെ കാണിച്ചു കൊടുക്കുക, ഒരു മുന്നൊരുക്കം നടത്തുക എന്നുള്ളത് ആവശ്യമായിരുന്നു. തന്നെയുമല്ല, നമുക്കറിയാം, നമുക്ക് പല പാരമ്പര്യങ്ങളുണ്ട്. പാരമ്പര്യത്തിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസങ്ങൾ എടുത്തു കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് പത്രോസിൻ്റെ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ചില കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. കർത്താവെ, അരുത് കർത്താവെ, ഇതൊരിക്കലും ഞാൻ ചെയ്തിട്ടില്ല കർത്താവെ, ഇതെന്നോട് പറയേണ്ട കർത്താവെ എന്നുള്ള ധ്വനിയിൽ പത്രോസ് ചില കാര്യങ്ങൾ പറയുകയാണ്. അവിടെയൊക്കെയും ദൈവം അവനെ ഒരു ഇരുത്തം വന്ന അല്ലെങ്കിൽ അനുസരണം വന്നൊരു വ്യക്തിത്വമാക്കി മാറ്റിയെടുത്തിട്ടാണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തിലൂടെയുള്ള ആ ജാതികളുടെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ദൈവരാജ്യ സുവിശേഷം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ദൈവം അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ഒരു രക്ഷാമാർഗം ജാതികളിലേക്ക് കൊടുക്കുമ്പോൾ അത് പത്രോസ് അംഗീകരിക്കുകയും വേണം. അങ്ങനെയുള്ളൊരു കളമൊരുക്കലാണ് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ നല്ലൊരു ഇരുത്തം വരുന്ന ഒരു വിശ്വാസിയായി അല്ലെങ്കിൽ കാര്യങ്ങൾ ഉചിതമായി മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാക്കി ദൈവം മാറ്റുകയാണ്. അവൻ്റെ പാരമ്പര്യങ്ങളെ ദൈവം എടുത്തു കളയുകയാണ്. ദൈവത്തിൻ്റെ കൃത്യമായ ഉദ്ദേശത്തിലേക്ക് ഇടവും വലവും തിരിയാതെ കൃത്യമായ ഇതിലേക്ക് ദൈവം അവനെ നടത്തുകയാണ്, പത്രോസിനെ നടത്തുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിനോട് പ്രവാചകന്മാരുടെ വാക്കുകളും ഒക്കുന്നു എന്ന് പറഞ്ഞ് 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഈ ജാതികളുടെ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം പറയുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഇവിടെയെല്ലാം പത്രോസ് പറയുന്നതും രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ ജലസ്നാനം അനിവാര്യമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ തടക്കുവാൻ ഞാൻ ആര് എന്നൊക്കെ പത്രോസ് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ പല കാര്യങ്ങൾക്കും ദൈവത്തെ തടഞ്ഞിരുന്നവനാണ്, ദൈവത്തെ ചോദ്യം ചെയ്തിരുന്നവനാണ്. അയ്യോ കർത്താവ്, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ പറയുകയാണ്, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവർക്ക് സ്നാനം വിലക്കുവാൻ ഞാൻ ആരുമല്ല, ദൈവം തീരുമാനിക്കും, അത് നമ്മൾ ചെയ്യണമെന്നാണ് പത്രോസിലൂടെ പറയുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള തിരിച്ചറിവുകൾ പത്രോസിന് വരുമ്പോൾ പാരമ്പര്യങ്ങളൊക്കെ വിട്ടിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവത്തിൻ്റെ സത്യവും എന്താണോ അതിലേക്ക് വരുന്നൊരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്നും നമുക്ക് അനേകം ചിന്തകളെ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മളൊരിക്കലും പല പാരമ്പര്യങ്ങൾ പിടിച്ചു നിന്നിട്ട് യാതൊരു കാര്യമില്ല, യാതൊരു പ്രയോജനവുമില്ല. പാരമ്പര്യം കൊണ്ട് യാതൊരു ഫലവും നമുക്കില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ കൃപയ്ക്ക് കീഴിൽ വന്നുകൊണ്ട് ദൈവം എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി ചെയ്യുക. നമ്മൾ പണ്ട് സ്നാനപ്പെട്ടവരായിരിക്കും, സ്നാനത്തിന് വേണ്ടി പ്രസംഗിച്ചവരായിരിക്കും, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രസംഗിച്ചവരായിരിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു തലത്തിലേക്ക് ദൈവം നടത്തുമ്പോൾ ഇപ്പോൾ പത്രോസിനുണ്ടായ ഒരു തിരിച്ചറിവ് പോലെ തന്നെ നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി റൈറ്റ് ഡിവിഷനും ചിന്തകളും എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, 1-2 കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നുവെന്നും ഇപ്പോൾ യഥാർത്ഥമായി ഞാൻ ഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്നാണ് പത്രോസിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നീതി പ്രവർത്തിച്ചാൽ ദൈവം അംഗീകരിക്കും. അപ്പോൾ നീതി പ്രവർത്തിയാലാണ് ദൈവം അംഗീകരിക്കുന്നത്. തന്നെയല്ല, ഇത് പ്രവാചകന്മാർ മുഖാന്തരം സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ
മുൻപേ പ്രവചനത്തിൽ ഉണ്ടായിരുന്ന ദൈവരാജ്യ സുവിശേഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നീതി പ്രവർത്തിച്ചാൽ ദൈവം അംഗീകരിക്കും. എന്നാൽ കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ പൗലോസ് എന്താണ് പറഞ്ഞത്? അവിടെ നീതി പ്രവർത്തിച്ചാൽ രക്ഷിക്കപ്പെടാമെന്നാണോ? നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹവും ഉദിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കരുണ ഉദിച്ചപ്പോഴാണ് നമുക്ക് രക്ഷ വന്നത്. അത് നമ്മുടെ പ്രവൃത്തികൾ കൂടാതെയാണ്, നമ്മുടെ പ്രവൃത്തി കാരണമല്ല എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലൊരു വ്യത്യസ്തതയില്ലേ, ഒരു വൈരുദ്ധ്യമില്ലേ? പത്രോസ് പറയുന്നു ഏത് ജാതിയിൽപ്പെട്ടവനായാലും ദൈവം നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യവസ്ഥയാണ്. ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, പത്രോസ് പറയുന്ന ആ പ്രസംഗം കേട്ട് വിശ്വസിച്ച് വരുന്നവർ നീതി പ്രവർത്തിച്ചാൽ, നീതി പ്രവൃത്തിയായ ജലസ്നാനമടക്കം സ്വീകരിച്ചാൽ അവനെ ദൈവം അംഗീകരിക്കുന്നു. എന്നാൽ പൗലോസ് പറയുകയാണ് അങ്ങനെയുള്ള നീതി പ്രവൃത്തി കൊണ്ടല്ല. തീത്തോസ് 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ മനുഷ്യപ്രീതിയും ദൈവത്തിൻ്റെ കരുണയും ഉദിച്ചപ്പോൾ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല എന്ന് വ്യക്തമായി അവിടെ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല. പക്ഷെ പത്രോസ് ഇവിടെ പറയുന്നത് എന്താ? നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. അവിടെയോ കൃപയുടെ സുവിശേഷത്തിലോ നീതി പ്രവർത്തിച്ചതുകൊണ്ടല്ല നമ്മളെ ദൈവം രക്ഷയിലേക്ക് നയിച്ചത്. കേട്ട സുവിശേഷം വിശ്വസിച്ച മാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിച്ച് നമ്മെ എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർത്ത് നമ്മെ ദൈവം നീതിമാനാക്കുകയാണ്. ക്രിസ്തുവിലൂടെ ആ വിശ്വാസത്താലുള്ള നീതീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലാതെ നീതി പ്രവർത്തിച്ചിട്ടുള്ള നീതീകരണമല്ല നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ടവർ ഈ റൈറ്റ് ഡിവിഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നീതി ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നുവെങ്കിൽ കൃപയാലുള്ള സുവിശേഷീകരണത്തിൽ അല്ലെങ്കിൽ കൃപയാലുള്ള രക്ഷയിൽ നമുക്ക് ദൈവം നീതി കണക്കിട്ട് തരികയാണ്. നമുക്കില്ലാത്തൊരു സംഭവം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവം നമുക്ക് ബോണസ് പോയിന്റ് ഇട്ട് തന്ന് നമ്മളെ പാസ്സാക്കി എടുക്കുന്നൊരു സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. അതുകൊണ്ട് നമ്മൾ നീതിമാന്മാരായിട്ടല്ല ഇന്ന് കൃപയുടെ സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തി 15:15 പറയുന്നുണ്ട്, ഇത് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവർ വായിച്ചു കൊള്ളുക. അവിടെ പറയുകയാണ്, അവിടെ ഒരു മാർമിക സത്യം വെളിപ്പെട്ട്, മുൻകാലങ്ങളിൽ ഇത് മറവായിരുന്നു, ഇതാർക്കും വെളിപ്പെട്ടിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ തനിക്ക് ലഭിച്ച ഒരു വെളിപ്പാടിനാലാണ് പ്രഥമ വ്യക്തിയായി പൗലോസിന് തന്നെയാണ് തനിക്ക് ഈ മർമ്മം വെളിപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പറയുകയാണ് 3-ാം അധ്യായത്തിൽ, ഈ ലേഖനം വായിച്ചാൽ ഇതേക്കുറിച്ച് എനിക്കുള്ള ഗ്രാഹ്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അനാദികാലം മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെയാണ് ഈ സുവിശേഷത്തിലൂടെ രക്ഷാദൈവം പ്രദാനം ചെയ്തത് എന്നുള്ളത് മറഞ്ഞിരുന്നൊരു മാർമിക സത്യമാണ് എന്ന് പറയുകയാണ്. റൈറ്റ് ഡിവിഷൻ ചിന്തകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10 നടക്കുന്നതും അല്ലെങ്കിൽ എഫെസ്യ ലേഖനം മുഴുവനും വായിക്കുമ്പോഴൊക്കെയും പൗലോസ് പറയുന്നതുമായിട്ടുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ തിരിച്ചു പഠിക്കുമ്പോഴാണ് ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള രക്ഷയും, 2, അതിൽ നിർത്തൽ ചെയ്തിട്ട് ദൈവം തുറന്നു കൊടുത്ത കൃപയുടെ സുവിശേഷ പ്രകാരമുള്ള രക്ഷയെക്കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാനൊരു കാര്യം സൂചിപ്പിച്ചുവല്ലോ, അപ്പോസ്തലപ്രവൃത്തി 10 വരുമ്പോൾ പത്രോസിന് ദൈവം കുറച്ച് കാര്യങ്ങളിലേക്ക്, കുറച്ച് തിരിച്ചറിവിലേക്ക് നടത്തുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ പൗലോസിന് വെളിപ്പെടാനുള്ള സുവിശേഷത്തെക്കുറിച്ചും ഈ ജാതികൾക്കുള്ള രക്ഷയെക്കുറിച്ചും അത് പത്രോസ് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരു കളമൊരുക്കുകയായിരുന്നു ദൈവം എന്നുള്ളത് നമുക്ക് പഠിച്ചുവല്ലോ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കുവാൻ വേണ്ടി. 2-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. ഞാൻ അറിയിക്കുന്ന സുവിശേഷം, ജാതികളുടെ ഇടയ്ക്കൽ ഞാൻ അറിയിക്കുന്ന സുവിശേഷം വിശേഷാൽ പ്രമാണികളോട് രഹസ്യമായി അറിയിച്ചു എന്നുള്ളത് POCയിലും പ്രൈവറ്റായിട്ട് അറിയിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ അത് കാണാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ തങ്ങൾ ജാതികളുടെ അടുക്കൽ പറയുന്ന സുവിശേഷം രഹസ്യമായി ഇവരോട് പറയുകയാണ്, ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ രഹസ്യമായി പറയണമെങ്കിൽ പത്രോസും കൂട്ടരും പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷമല്ലേ പൗലോസ് പ്രസംഗിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെ പറയാൻ കാരണം അല്ലേ? അല്ലെങ്കിൽ വീണ്ടും പത്രോസ് പറയുന്നുണ്ട്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് കിട്ടിയ ജ്ഞാനം അനുസരിച്ച് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് പത്രോസ് പറയുക. കാരണം എന്താ? പത്രോസിന് പോലും ദൈവം ഈ ദർശനത്തിലൂടെയൊക്കെയാ ഈ നാൽക്കാലികളും പക്ഷിമൃഗാദികളും ഒക്കെ ഇറങ്ങി വരുമ്പോൾ അതിനെ അറുത്ത് തിന്നുക എന്ന് പറയുന്ന ഈ സ്വർഗീയ ദർശനത്തിൽ നിന്നും ആ ജാതികളിലേക്കും ദൈവം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു എന്ന് പത്രോസിന് പോലും പിടികിട്ടിയത്. ഇത് പൗലോസിന് കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായതുകൊണ്ട് പറയുകയാണ്, എനിക്ക് തന്നെ ഇത് വളരെ പ്രയാസപ്പെട്ടാണ് മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. ചില കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. പത്രോസിന് 3 പ്രാവശ്യം ദർശനം കാണിച്ചു കൊടുത്തിട്ടാണ്
പൗലോസിലൂടെ തുറക്കാനിരിക്കുന്ന ഈ കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് ദൈവം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കളമൊരുക്കിയത്. അപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ രക്ഷ യഹൂദനിൽ നിന്ന് ജാതികളിലേക്ക് പോകുന്നു എന്നുള്ളത് പഠിപ്പിക്കാൻ തന്നെ വളരെ ദൈവം പ്രയാസപ്പെടുകയാണ്, അല്ലെങ്കിൽ പ്രയത്നം കഴിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത ഒരു പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, പൗലോസ് പത്രോസിനോട് പോയി പറയുകയാണ്, ഞങ്ങൾ ജാതികളുടെ അടുക്കൽ ഇന്ന സുവിശേഷമാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിനെ പരമേൽപ്പിച്ചിരിക്കുന്നു. അപരിച്ഛേദിതർക്കുള്ള അല്ലെങ്കിൽ ഈ ജാതീയ ലോകത്തോടുള്ള സുവിശേഷീകരണത്തിന് അപ്പസ്തോലത്വം നൽകിക്കൊണ്ട് പൗലോസിനെ ദൈവം പരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പൗലോസും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ വലം കൈ കൊടുത്ത് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം പത്രോസിന് മനസ്സിലായി തങ്ങളുടെ ഈ സുവിശേഷീകരണം, കർത്താവിൻ്റെ വരവ്, മഹത്വ പ്രത്യക്ഷത ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ആ വസ്തുവകകളൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് ഇവരെല്ലാം ദരിദ്രരായ എന്നൊരു സാഹചര്യത്തിൽ കർത്താവ് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് പത്രോസ് അവരെ കാര്യങ്ങളിൽ ശാന്തമാക്കുകയാണ്. അങ്ങനെ ദരിദ്രരായവരെ സഹായിക്കുന്ന ഒരു പൗലോസിനെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെയും കൂട്ടരുടെയും സുവിശേഷം കേട്ട് ഇതാ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ വസ്തുവകകളെല്ലാം വിറ്റ് ഇവർ ദരിദ്രർക്ക് കൊടുത്തു ദരിദ്രരായിത്തീർന്നു. അങ്ങനെ ജെറുസലേമിൽ ജീവിച്ചിരുന്ന സകലരും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് ഇതാ കർത്താവ് വരുന്നു എന്ന് കേട്ട് അവരെന്ത് ചെയ്തു? അവരെല്ലാം ദരിദ്രന്മാരായി തീർന്നു. അപ്പോഴാണ് കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ പത്രോസിന് മനസ്സിലായി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഇപ്പോൾ നടക്കുകയില്ല, മറിച്ച് ഈ പൗലോസിന് വെളിപ്പെട്ട കൃപയുടെ സുവിശേഷത്തിലൂടെയുള്ള ഇതിൻ്റെ ജൈത്രയാത്ര കഴിഞ്ഞ് റാപ്ചർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനിയും തങ്ങളുടെ പദ്ധതി പൂർത്തീകരിക്കൂ എന്നും അല്ലെങ്കിൽ തുടങ്ങുകയെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണ് കർത്താവിൻ്റെ മുൻപിൽ. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് അല്പം സാവകാശം വന്നിരിക്കുന്നു എന്നുള്ളത് പത്രോസ് പിന്നീട് ലേഖനം എഴുതുമ്പോൾ ഈ യഹൂദ വിശ്വാസികളോട് പറയുകയാണ്, അവരെ ബലപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവർക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ചിന്തിക്കും, അയ്യോ കർത്താവ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തല്ലോ, കർത്താവ് ഞങ്ങളെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസത്യാഗികളായി തിരിഞ്ഞു പോകുമ്പോൾ കർത്താവ് തങ്ങളെക്കാൾ ശ്രേഷ്ഠമായൊരു രക്ഷാമാർഗം ജാതികളിലേക്ക് നൽകിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് അംഗീകരിച്ച് ഉൾക്കൊണ്ട് തങ്ങളുടെ ഏതവസ്ഥയിലും തങ്ങൾ ദരിദ്രന്മാരായി പോയി, തങ്ങളുടെ വസ്തുവകളെല്ലാം അപഹരിക്കപ്പെട്ടു, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി അവർ സഹിച്ചു, ക്ഷമിച്ചു. കാരണം എന്താ? ഞങ്ങൾക്ക് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഇന്നല്ലെങ്കിൽ നാളെ നിവർത്തിക്കും എന്നുള്ളത് വളരെ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനത്തെ വിശ്വാസികളാണ് ഇന്ന് നമുക്ക് ആവശ്യം. കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് 2000 വർഷമായി. പ്രിയമുള്ളവരെ, കർത്താവ് വരിക തന്നെ ചെയ്യും. അതിനുള്ള കളം ഈ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആനുകാലിക സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി ട്രിക്കി ആയിട്ടുള്ള ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആ പ്രകാശത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യകാര്യ സഹിതം ഈ റൈറ്റ് ഡിവിഷനെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ ആത്മീകമായ ചിന്തകളെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് 11-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ പത്രോസിൻ്റെ ഈ ജീവിതാനുഭവത്തിലുണ്ടായ കാര്യം പത്രോസ് തിരിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പത്രോസ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് കാര്യം മനസ്സിലാക്കി ചെയ്തതിനെ ചോദ്യം ചെയ്യുന്ന ഒരു യഹൂദ മതവിശ്വാസികളെ കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ? പത്രോസിന് കാര്യം പിടികിട്ടി, ബാക്കി 11 അപ്പോസ്തലന്മാർക്കും തൻ്റെ കൂടെ ചേർന്ന വിശ്വാസികൾക്കും ആ കാര്യം മനസ്സിലാക്കാതെ വന്നപ്പോൾ പത്രോസ് അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുന്നൊരു അധ്യായമാണ് 11-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പത്രോസ് തൻ്റെ വിശ്വാസികളോടും വിശ്വാസ ലോകത്തോടും അപ്പോൾ തന്നെ പൗലോസിന് വെളിപ്പെടാൻ ഇരിക്കുന്ന ആ സുവിശേഷത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടും പത്രോസ് പിന്നീട് പൗലോസിന് ഈ സുവിശേഷം വെളിപ്പെട്ടതിന് ശേഷം പത്രോസ് ഈ കാര്യങ്ങൾ തൻ്റെ വിശ്വാസികളോട് തൻ്റെലൂടെ സുവിശേഷം കേട്ട വിശ്വാസികളോട് പറഞ്ഞ് അവരെ ബലപ്പെടുത്തി. അവരുടെ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒന്നും സാരമില്ല, ദൈവം അതിനെല്ലാം തക്കതായിട്ടൊരു പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനയാൽ തന്നെ ആ ആശ്വാസ വാക്കുകൾ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ വാക്കുകളാൽ ആശ്വസിച്ചു കൊള്ളുവിനെന്ന് പൗലോസും പറയുന്നത് പോലെ നമ്മളോടും പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ഉത്സാഹത്തോടുകൂടെ കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങുകയും സത്യങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ സത്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം എന്നുള്ള പ്രത്യാശയിൽ ഈ പഠനം ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് പിന്നീട് ദൈവം അനുവദിച്ചാൽ കടന്നു വരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.